സർക്കാരിന്റെ മദ്യനയപ്രകാരമാണ് എലപ്പുള്ളിയിൽ ബ്രൂവറി തുടങ്ങുന്നത് എന്ന് മന്ത്രി എം പി രാജേഷ്. അംഗീകരിക്കപ്പെട്ട മദ്യനയം നടപ്പാക്കാനുള്ള അവകാശവും ചുമതലയും സർക്കാരിനുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബാലിശമായ ചോദ്യത്തിന് മറുപടിയില്ലെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. സർക്കാർ അംഗീകരിച്ച മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അംഗീകരിച്ച മദ്യനയം നടപ്പാക്കാനുള്ള ചുമതലയും അവകാശവും ഗവൺമെന്റിനുണ്ട്. അത് പലതവണ വ്യക്തമാക്കിയതാണ്. അപ്പൊ നമുക്ക് കേരളത്തിൽ പുതിയ തൊഴിലവസരവും നിക്ഷേപവും വരണം. അതിനുള്ള ഒരു സാധ്യത എന്ന നിലയിലാണ് സർക്കാർ ഇതിനെ കാണുന്നത്. ആളുകൾ പറയുന്നു ഓരോന്നിനും ബാലിശമായ ഓരോ ചോദ്യത്തിനും എന്നോട് മറുപടി പറയേണ്ട കാര്യമില്ല, ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. മന്ത്രി എം പി രാജേഷിനെതിരെ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക് അല്ല എന്ന മന്ത്രിയുടെ വിമർശനത്തിന് ഇക്കാര്യം മന്ത്രി പഠിപ്പിക്കേണ്ട എന്നാണ് മറുപടി. ബ്രൂവറി വരുന്നതിൽ എലപ്പുള്ളിക്കാർക്ക് ആശങ്കയില്ലെന്നും മന്ത്രിക്ക് എങ്ങനെ പറയാനാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചു. ഒയാസിസിന് വേണ്ടി മാത്രം വാദിക്കുന്ന മന്ത്രിക്ക് ഇരട്ടത്താപ്പാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു. എക്സൈസ് മന്ത്രി പറയുകയുണ്ടായി, പഞ്ചായത്ത് എന്താ പരമാധികാര രാഷ്ട്രമാണോ എന്നാണ് ചോദിച്ചത്. പഞ്ചായത്ത് പരമാധികാര രാഷ്ട്രമല്ല എന്ന് എനിക്കും അറിയാം, എക്സൈസ് മന്ത്രിക്കും അറിയാം. ലോകത്ത് ഒരു രാജ്യവും പരമാധികാര രാജ്യമല്ല എന്നുള്ളതും മന്ത്രിക്ക് അറിയാം. എക്സൈസ് മന്ത്രിയുടെ അധികാരം റവന്യൂ മന്ത്രി കൈകാര്യം ചെയ്താൽ എക്സൈസ് മന്ത്രി സമ്മതിക്കുമോ എന്നാണ് എനിക്ക് മന്ത്രിയോട് ദയവായിട്ട് എളിമയോടുകൂടി ചോദിക്കാനുള്ളത്. മിനിസ്റ്റർ ഒന്ന് മനസ്സിലാക്കണം, ഇനിയും 6 മാസം നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ പരീക്ഷിച്ചോളൂ. പക്ഷെ എന്നും പരീക്ഷിക്കാൻ ജനങ്ങൾ നിങ്ങൾക്ക് നിന്ന് തരില്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ മണ്ണും ജലവും സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഇവിടുത്തെ കൃഷിക്കാർക്ക് വേണ്ടി ശബ്ദിക്കാൻ പാലക്കാടുകാരനായിട്ടുള്ള മിനിസ്റ്റർ തയ്യാറാകണം.